ഹലോ ഇന്നത്തെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരാ വന്നിരിക്കുന്നത് കണ്ടോ നമ്മുടെ കുട്ടി ഷെഫ് എത്തിയിട്ടുണ്ട് കേട്ടോ അവൾ എല്ലാവരോടും ഹലോ പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ പനീർ ബിരിയാണി ഇട്ട് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു കടായി ചൂടാൻ വെച്ചു, എണ്ണ ഒഴിച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. നീളത്തിൽ മുറിച്ച സവോള വേണം. ഞാൻ നമ്മുടെ മാരിനേഷന് വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു തവ ചൂടാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ പനീറിനെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യത്തെ കടായിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് മസാല പൗഡർ ഇട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എവറസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലൂടെ നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് വേണം. ഇനി കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ടിട്ട് നമ്മളിതിനെ ലെയർ ചെയ്യാൻ പോവാണ്. മുകളിലൂടെ കുറച്ചുകൂടി ഫ്രൈഡ് ഓണിയൻസും മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് കേസർ മിൽക്കും കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ കുറച്ച് സമയം അടച്ച് വെക്കുകയാണ് കേട്ടോ. ഞാൻ നെയ്യ് ആഡ് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്.